കൂട്ടിയിട്ടാണ് പോകുന്നത് ഗൈസ്. കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ എടുക്കണം. പല്ലികൾ കൂട് കെട്ടിയിട്ടുണ്ട്. ഇവിടെയുള്ള ചെസ്റ്റിൽ 2-3 രോമം വേണം. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യും. എനിക്ക് മുട്ട പിടിക്കണമല്ലോ ഗൈസ്. എനിക്ക് മുട്ട ബുൾസൈ ആക്കണം. ഹലോ ഗൈസ്, രാവിലെ തന്നെ മിസ്റ്ററും ഭയവും തിന്ന് ചായ കുടിച്ച് അടുത്ത പരിപാടി പക്ഷിയുടെ കൂടും മുട്ടയൊക്കെ ഒന്ന് സെറ്റാക്കണം. പിടിച്ചിട്ട് DNA ടെസ്റ്റ് ചെയ്യണം. കൂട്ടുകാരികൾ ഇത് ലോക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണം. എന്നാ ഫ്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും അതിന് വേണ്ട. മസാജ് ഇരുന്നിരുന്നു. ഹായ് ഗൈസ്, മസാജ് തീർത്തില്ല. രോമം എടുക്കണം, DNA ടെസ്റ്റ് എടുക്കണം. മുട്ട കഴിഞ്ഞിട്ട് വിരിയുന്നില്ല. അപ്പോൾ DNA ടെസ്റ്റ് എടുക്കണമെങ്കിൽ കടിച്ച് എടുത്തുക. ഇവിടെയുള്ള ചെസ്റ്റിൽ 2-3 രോമം വേണം. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യും. അത് സിപ്പ് ലോക്കിലുണ്ട് ഹസ്ബി. അതിനെ ട്രാപ്പ് ചെയ്ത് അതിനെ പിടിക്കണം. പാപ്പാക്ക് അതിൻ്റെ രോമം വേണം. മതില്ല എന്നെ എടുത്തില്ല. ഇതിനെ കൂട്ടി ലോക്ക് ചെയ്താണെങ്കിൽ അത് രണ്ടും മാറി വെക്കണേ ഹസ്ബി. തോന്നിക്ക് പിടിക്കുന്ന അതിലൊന്നങ്ങനെ അങ്ങ് വരൂലട്ടാ. കിട്ടുന്നുണ്ടോ വീഡിയോ? ഇത് രണ്ടും വേറെ സിപ്പ് ലോക്കിൽ വെക്കണം. സെപ്പറേറ്റ് ആയിരിക്കണേ. ഒരുമിച്ച് വെക്കറേ. ഇതെന്നാ കൊത്തീന് മസാജ് വേണടാ. സൂചിച്ചു പോയി. ഇവർക്ക് വെഡിങ് ആനിവേഴ്സറി കൊടുത്ത കഴിഞ്ഞ ഓഗസ്റ്റ് 25-ന്. ഓഗസ്റ്റ് 25 കഴിഞ്ഞ് 2 പ്രാവശ്യം മുട്ടയിട്ട് വീഴുന്നില്ല ഗൈസ്. രണ്ടും പെണ്ണാണെന്ന് തോന്നുന്നു. എങ്ങനെയാണെങ്കിൽ മുട്ടയിടുന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ DNA എടുക്കണം. DNA എടുക്കണമെങ്കിൽ ഇതിനിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് ഇവിടെ. അപ്പൊ ഇതിന്റെ 2 ചിറക് വേണം നമുക്ക്. അത് ചിറക് മിക്സ് ആകറ. 1 2 3 പ്രശ്നമല്ല. മസാജ് ചെയ്തടാ. മസാജ് ചെയ്താ പിടിക്കു ഒമ്പണെങ്കിൽ DNA തമ്പത്തല്ലേ ഉണ്ടാവാ. അപ്പൊ അത് തൊട്ടുപോയാല് അങ്ങനെ ഹോൾഡ് എനിക്ക് കിട്ടൂല. ഈസോ കൊതിരി മാറും. അപ്പൊ പറന്നു പോവും. മുട്ട ഉണ്ട്, മുട്ട വിരിയുന്നില്ല. അപ്പൊ ഇതിങ്ങനെ തന്നെ എടുക്കണം. പല്ലികൾ കൂട് കെട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ എടുത്താൽ എല്ലാം മുട്ട ഉണ്ട്. മുട്ട മുട്ട ഉള്ളതുകൊണ്ടാണ് അതിലേക്ക് ഇങ്ങനെ ഇളകുന്നത്. കുട്ടിയാ ചട്ടി കൂട്ടി പിടിക്കാം. മുട്ടയില്ല ഉള്ളത്. ഇതിപ്പോ തിരിച്ച് ഇതിലാണ് മുട്ട ഉള്ളത്. പിന്നെയും മുട്ട എടുക്കണ്ടല്ലോ ഹസ്ബി. പിന്നെയും മുട്ട എടുക്കുന്നുണ്ട്. 6 മുട്ടയായിട്ടുണ്ട്.
മുട്ട ഉണ്ട് ഗൈസ്. മുട്ട ഇപ്പോ മൂന്നാമത്തെ പ്രാവശ്യം മുട്ട ഇട്ടിട്ടുണ്ട്. ഐസ് ഉമ്മ പഠിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ 1 പൊട്ടി 2 പൊട്ടി പേടായി 4 പേടായി. ഇപ്പുറം ഒന്നുണ്ട് 3 പേടായി. ഇപ്പൊ ഇട്ട പുതിയ മുട്ട 1 തോന്നുള്ളൂ അല്ലേ, 1 2 എന്താ വിരിയാത്തത്? എങ്ങനെ പേടായി പോകുന്നു? എങ്ങനെ ഇങ്ങനെയാ? ഇതില് കുട്ടി ഉണ്ടല്ലോ. അപ്പൊ ഒന്നുണ്ട് ചെടിക്ക് ഇട്ട് കൊടുക്കട്ടോ. മുട്ടല്ലേ പിന്നെ എത്രയുള്ള മുട്ട? 2 മുട്ട അതിലുണ്ട്. അതില് ഈ മുട്ട പേടാന്ന് തോന്നുന്നു. ഇതിലെ കുട്ടി ഉണ്ടാ? അല്ല, ഇതിന്റെ തോല് അതിന്റെ മോളായതാന്ന് തോന്നുന്നു. 2 മുട്ട ഉണ്ട്. അതും കൂടി എടുത്തു കഴിഞ്ഞാലോ? എനിക്ക് പുതിയ ഇട്ടോട്ടെ വിചാരിച്ചാലോ? അല്ല, ഇതെല്ലാം എടുത്താലോ? എനിക്ക് കൊടുത്തോ? ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാലോ. നല്ല നേടുന്നുണ്ടല്ല. ഇതിന്റെ മുന്നേ ഒരു 3 മുട്ട ഞാൻ ചാടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടെങ്കിൽ കേജിന്റെ ഇത് ലൊക്കേഷൻ ഒന്ന് മാറ്റണം. മുട്ടയാണ് ഗൈസ്, പുതിയ മുട്ട. ഞാനിത് കൂടുതലൊന്ന് മാറ്റി സെറ്റാക്കാൻ പോകുന്നു. രണ്ടും പെണ്ണാണോ മുട്ട വിരിയുന്നില്ല. നിങ്ങൾ തോന്നുന്നു അതെങ്ങനെ ക്രോസ് ചെയ്യാണ്ട് മുട്ട ഇടും. അങ്ങനെ മുട്ട ഇടുവാലോ. എനിക്ക് മുട്ട പിടിക്കണല്ലോ ഗൈസ്. എനിക്ക് മുട്ട ബുൾസൈ ആക്കണ. എനിക്കൊരു ഒന്നുമില്ല അതിലിട്ട് സഞ്ചിയിലാക്കി. പക്ഷികളുണ്ട് എന്നെ എടുക്കും. ഒരു പക്ഷിന്റെ തൂവൽ ഇതാ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതാ അടുത്തത്. അപ്പോ ഇതെല്ലാം എന്റെ മുട്ടയാണ്. ഷോപ്പിൽ കൊണ്ട് ചോദിച്ചു നോക്കട്ടെ. വിരിഞ്ഞു കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ ഒരു പക്ഷിക്ക് 2 ജോഡിക്ക് 30,000 റുപ്യല്ലുണ്ട്. നമ്മളിതൊരു ഹോബിക്ക് ചെയ്യുന്നതാ. മുട്ട ഇട്ടിട്ട് വെറുതെ വിരിയാതിരിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് തിരിയണ്ടേ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബുള്ളറ്റ് മേലാണ്. അപ്പോൾ മോന് ബുള്ളറ്റ് മക്ക ഇറങ്ങണം ഭയങ്കര ആഗ്രഹം. സോ ലച്ചി ആദ്യം പാമ്പുണ്ടോ നോക്ക്. പാമ്പുണ്ടോ കൈ കൊണ്ട് എടുത്ത് നോക്കരുത്, തട്ടി നോക്കുക. പാമ്പൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇടൂ. എടുക്കാം. അങ്ങനെ ഞങ്ങള് പക്ഷീൻ്റെ മുട്ട എടുത്തിട്ട് പോവാണ്. കോട്ടെ ഐസ് മുന്നിലുള്ളതുകൊണ്ട് ഇനി പോലീസ് പിടിക്കുമെന്ന് അറിയില്ല. കണ്ണാടിയില്ല, കണ്ണാടിയും ചെയ്താക്കണം. അപ്പൊ പോയിട്ട് വരുന്നു ഗൈസ്. കാണുന്നുണ്ട്. പോലീസിനോട് പറയാ ക്ഷമിക്ക്, നമ്മൾ പ്രവാസികളാ, എങ്ങും വരുന്ന ഒന്ന് എൻജോയ് ചെയ്തോട്ടെ. വേറെന്ത്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുകയാണ് ഗൈസ്. എന്താ ഷർട്ടാവാത്ത? നല്ല ഐസു ഷാലു അത് എന്താ കഴിച്ച് പോയാ ഷട്ട? ആ ഷട്ടാകുന്നില്ലല്ലോ. വണ്ടി ഷർട്ടാക്കുകയാണ് ഗൈസ്. അതിന്റെ മുകളിൽ ചാട്ടിക്കാരി ഇങ്ങനെയാ കാര്യം. ഫസ്റ്റ് അതിന്റെ മുകളിൽ ചാട്ടി. ആ മറ്റേക്കാരി. വാ ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങള് വടകരക്ക് പോവാണ്. ബുള്ളറ്റ് മള്ളി ഐസ് കൊണ്ട്. ഐസിനെ കൂട്ടിയിട്ടാണ് പോകുന്നത് ഗൈസ്. ഐസിനെ കൂട്ടിയിട്ടാണ് പോകുന്നത്. ഐസ് ഞങ്ങൾ കൂട്ടിയിട്ട് ചില കാര്യങ്ങൾ നോക്കാൻ പോവാണ്. ഷോപ്പിലെത്തി. എൻ്റെ മുട്ട നോക്കാണ്. ബൾബിൽ ഒന്ന് കാണിച്ചേ. ഉണ്ടാ കുട്ടി ഉണ്ടാ? ഇതുണ്ടാ? ഒന്നുമില്ല. അത് ഉണ്ടെങ്കിൽ എങ്ങനെയാ തിരിയാ? ഇളക്കണ്ട. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് കാണുന്നുണ്ടല്ലോ. ബോക്സിങ്ങൾ തന്നത് എനിക്കൊരു ചെറിയ വീഡിയോയില്ല. പുനറിന്റെ ബോക്സ് ഇല്ല. ഞാൻ ടെട്ര വടകര ഗൈസ്. ഫിഷ് കളികളെല്ലാം ഉണ്ട് ഇവിടെ. ഒരു മിനിറ്റാ. സംഭവങ്ങളുണ്ട് ഇവിടെ. നൈസ് ഫിഷ് ചെയ്താ ഫിഷ് പോകുമ്പോ ആരും നോക്കാനുണ്ടല്ലോ. അതുകൊണ്ട് മേടിക്കാൻ പറ്റില്ല. ഇൻപന്നി വടായില് പ്രാവുണ്ട്. പ്രാവ് മുയലിതാ വലിയ മുയലതാ.
പ്രാവ് പ്രാവ് വിടർന്ന പ്രാവ്. कौन सा है डीएनए है? हाँ कौन सा है वो वाला कौन सा है? ये वाला रिंग देखेगा तो इंजेक्ट തിന്നാനുള്ള ഇത് പെപ്പറിലുണ്ടായല്ലോ. പാരറ്റ് ഗ്രേ പാരറ്റ് അതെ അതെ. എന്റെ കുട്ടിക്ക് 8000 റുപ്യ. ഇത് നോക്ക്.